warahmatullahi wabarakatuh. Alhamdulillah rabbil alamin. Wassalatu wassalamu ala asyrafil anbiya'i wal mursalin wa ala alihi wa sahbihi al-mujahidin fi sabilillah. Amma ba'd. Ittaqullaha ibadallah. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കാത്തവരായി ആരുമില്ല. വ്യത്യസ്തമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം മനുഷ്യന്റെ മനസ്സിലേക്ക് വ്യത്യസ്തമായ തോന്നലുകൾ പിശാചുകൾ ഇട്ടതിന് സാമ്പത്തികമായ ഒരു പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ഇനി എനിക്ക് മുന്നോട്ടുള്ള ജീവിതം പ്രയാസകരമായിരിക്കും എന്ന് തോന്നുകയും ജീവിതം തന്നെ മടുപ്പ് വന്ന് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്ന ജീവിതങ്ങളുണ്ട്. മാരകമായ അസുഖങ്ങളുടെ പിടിയിലകപ്പെട്ട് ഇനി ഈ രോഗത്തിൽ നിന്ന്, ഈ അസുഖത്തിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടാകുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷാദ രോഗത്തിൻ്റെയും മറ്റും പിടിയിലകപ്പെട്ടുകൊണ്ട് അവസാനം ശിർക്കിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ഒക്കെ എത്തുന്ന ആളുകൾ പലരും നമ്മുടെ പരിസര പ്രദേശങ്ങളിലുണ്ട്. വ്യത്യസ്തമായ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ട അല്ലെങ്കിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ശുആറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം മൂസാ നബിയുടെ ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് മൂസാ നബിയുടെ അനുയായികളും ചെങ്കടലിന്റെ തീരത്തേക്ക് എത്തുന്ന ഒരു സന്ദർഭം. വിശുദ്ധ ഖുർആൻ അതിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ശുആറയിലെ 62-ാമത്തെ ആയത്തിൽ فلما رأى الجمعان قال أصحاب موسى إنا لمدركون. ആ സംഘം ഫിർഔനിന്റെ പടയാളികളും ഫിർഔനും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും പിടിക്കാൻ വേണ്ടി പിന്നാലെ വന്ന് അവരെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ മൂസാ നബിയുടെ അനുയായികൾ പറയുന്നത്, ഹവാരിയൂൻ, അവർ പറയുന്നത്, മൂസാ, നമ്മൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, ഇനി ഒരു രക്ഷയുമില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ പറയുന്നത്, ഇനി ഫിർഔനിന്റെ കിങ്കരന്മാരുടെ പടയാളികളുടെ പിടിയിൽ അകപ്പെട്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ ഇവിടെ തീർന്നേക്കാം. ആ പ്രതിസന്ധി ഘട്ടത്തിൽ, ആ പ്രയാസം നേർക്കുനേരെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുന്നത്, കല്ലാ ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. കല്ലാ, അല്ല, അങ്ങനെ പറയാറായിട്ടില്ല. തൊട്ടടുത്ത് ഫിർഔനിന്റെ പടയാളികളുണ്ട്, സൈനികരുണ്ട്. അവർ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയിട്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ പറയാറായിട്ടില്ല. ഇന്ന മഅഇ റബ്ബി, എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, സയഹ്ദീൻ, എനിക്ക് വഴി കാണിച്ചു തരും. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എനിക്ക് വഴി കാണിച്ചു തരും. അത് വിശ്വാസികൾക്ക് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ വിശ്വാസികൾക്ക് കരുത്തു പകരുന്ന ഒരായത്ത് നമ്മളൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ആയത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാള് ആ മരത്തണലിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരു അഅ്റാബി വന്നുകൊണ്ട് പ്രവാചകന്റെ ആ വാൾ ഊരിയെടുത്തുകൊണ്ട് പ്രവാചകന്റെ കഴുത്തിലേക്ക് നീട്ടിക്കൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, ഈ വാളിന്റെ പിടിയിൽ നിന്ന് എന്നെ ആര് രക്ഷപ്പെടുത്തും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് പറയുന്നത്, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്നാണ്. അഅ്റാബിയുടെ കയ്യിൽ നിന്ന് വാള് താഴെ വീഴുകയും പ്രവാചകൻ ആ വാളെടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് നീട്ടിക്കൊണ്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ഇപ്പോൾ ആര് രക്ഷിക്കുമെന്ന്. അയാൾ കരഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് പറയുകയാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹ് എന്നോടൊപ്പമുണ്ട്, എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്. ആ വിശ്വാസം വിശ്വാസികൾക്ക് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനാണ് ഈ പ്രാർത്ഥനകളും ഈ ആരാധനകളും ഈ നമസ്കാരവും ഒക്കെ നമ്മൾ നിർവഹിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളും ഇറക്കി വെക്കാൻ
അതെന്റെ റബ്ബാണ്. ആ വിശ്വാസം മുസ്ലിങ്ങൾക്ക് കൈവിട്ടുകൂടാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ചരിത്രം പറയുന്ന സന്ദർഭത്തിലും പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സൗർ ഗുഹയിൽ താമസിക്കുന്ന 3 ദിവസങ്ങളുണ്ട്. ആ 3 ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ തങ്ങുന്ന സമയത്താണ് മുശ്രിക്കുകൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരച്ചിൽ നടത്തുന്ന സന്ദർഭത്തിൽ പ്രവാചകനോടായി പറഞ്ഞു, പ്രവാചകരെ, അവരെങ്ങാനും തങ്ങളുടെ കാലിന്റെ ചുവട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ നമ്മെ കാണുമല്ലോ, നമ്മൾ പിടിക്കപ്പെടുമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, നമ്മൾ രണ്ടാളും മാത്രമല്ല, നമ്മളോടൊപ്പം മൂന്നാമനായി നമ്മുടെ അല്ലാഹു റബ്ബ് നമ്മോടൊപ്പം ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയും. പ്രിയപ്പെട്ടവർ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, എത്ര തൊട്ടടുത്ത് പ്രയാസമുണ്ടെങ്കിലും, എത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്ര ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്റെ റബ്ബിനോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസം ഒരു ശിർക്കിലേക്കും ഒരു അന്ധവിശ്വാസത്തിലേക്കും ഒരു പ്രയാസത്തിലേക്കും മനുഷ്യന്റെ ഹൃദയത്തെ വലിച്ചു കൊണ്ടുപോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഏത് വിശ്വാസത്തിലും ഈ ഒരു വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ അല്ലാഹു സഹായങ്ങൾ നൽകും. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അല്ലാഹു ചെങ്കടൽ പിളർത്തി കൊടുത്തു. ചെങ്കടൽ പിളർത്തി കൊടുത്തു. അതുവരെ ഭൗതികമായി അവർ ചെങ്കടൽ പിളർന്നത് കണ്ടിട്ടില്ല. കടൽ പിളരുന്നത് അതുവരെ അവർ കണ്ടിട്ടില്ല. ഒരു സഹായവുമില്ലാത്ത കടലിന്റെ മുമ്പിൽ അകപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ബേജാറും പ്രയാസവും എത്രയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുത്ത ആയത്ത്, ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരുമെന്ന്. ചെങ്കടൽ പിളർത്തി. ആ പിളർത്തിയ വഴിയിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംഘവും രക്ഷപ്പെട്ടു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആദർശത്തോടും ഈമാനോടും അല്ലാഹുവിനോട് ഏറ്റവും അടുത്തു നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിചാരിക്കാത്ത രൂപത്തിൽ, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടും. ആ വിശ്വാസം നമുക്കുണ്ടാകണം. ഇന്ന റബ്ബി ഇന്ന മഅ റബ്ബി സയഹ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴി കാണിച്ചു തരും. ആ വിശ്വാസത്തോടുകൂടി ജീവിക്കുക. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ആ ആയത്ത് നമുക്ക് ഉപകാരപ്പെടും. അത് നെഞ്ചോട് ചേർത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസുഖം അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളുടെ പിടിയിലകപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയും സമാധാനവും നൽകിയിരിക്കുമാറാകട്ടെ. നമ്മുടെ റുകൂഉം നമ്മുടെ സുജൂദും നമ്മുടെ ഈ നൃത്തവും ഈ പ്രയാസം സഹിക്കലുമെല്ലാം റബ്ബ് സ്വീകരിക്കുന്നതാണ്. സ്വർഗത്തിലേക്ക് പോകാൻ ഉപകരിക്കുന്ന അമലാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.